ഹായ്, വെയിൽ വന്ന് കണ്ണിൻ്റെ മുകളിൽ തള്ളിയതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഉറക്കം ഉണരുന്നത്. ബാക്കി എല്ലാവരും നല്ല ഉറക്കമാണ്. ഇവിടെ ദേ ഒരാളാണെന്നുവെച്ചാൽ യൂണിഫോം ഇട്ടുകൊണ്ടാണ് ഉറങ്ങുന്നത്. അങ്ങനെ ബ്രഷും പേസ്റ്റും എല്ലാം എടുത്തിട്ട് ഞങ്ങൾ പോയി. രാവിലെ ഞങ്ങൾ കുളിക്കാറില്ല, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാണ് കുളിക്കുന്നത്. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. പുറത്തോട്ടൊക്കെ നോക്കിയതിൻ്റെ ശേഷം സൂര്യൻ അതേ വെട്ടിത്തിളങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് വാഷായിട്ട് പോകുമ്പോഴാണ് അങ്ങനെ ഒരു സത്യം മനസ്സിലാക്കിയത്. അതിൽ ഇനി കുറച്ച് വായും കൂടെ മാത്രമേ പുറത്ത് വരാനുള്ളൂ. ഇവളെന്താണ് ഈ കുളിക്കാൻ പോകുന്നതെന്ന് അത്ഭുതത്തോടെ നോക്കുമ്പോഴാണ് അവളിന്ന് പീരീഡ്സ് ആണെന്ന് അറിയുന്നത്. 4 years ആയിട്ട് ഞങ്ങൾ മെൻസ്ട്രൽ കപ്പാണ് യൂസ് ചെയ്യുന്നത്. നോ ലീക്കേജ്, നോ ഡിസ്കംഫർട്ട്, ഇറ്റ്സ് ടു കംഫർട്ടബിൾ. ബ്രഷ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അതാ കൃഷ്ണേട്ടൻ നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡ്രസ്സ് എങ്ങനെ പിടിച്ച് തിരിച്ചെടുക്കുമ്പോൾ വേണമെന്നുള്ള ഷോട്ട് പറഞ്ഞു, പക്ഷെ അത് വിട്ടുപോയി. ഒരാളിതാ മുടി കെട്ടുന്നു, ഒരാളിതാ മോയ്സ്ചറൈസറിൻ്റെ ലാസ്റ്റ് തണവ് ഞെക്കി തുറപ്പിച്ച് പുറത്തോട്ട് എടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ മൂക്കിലും കണ്ണിലൊക്കെ കുത്തിത്തെറിച്ച് ഓട്ടകൾ ഇപ്പോൾ ഈർക്കിൾ വെച്ച് അടയ്ക്കേണ്ട അവസ്ഥയാണ്. ഇതൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരാളിതാ ബാഡ്ജറ്റ് ഷോ കാണിക്കുന്നു, ഒരാളിതാ ലിപ്സ്റ്റിക് ഇട്ട് ഷോ കാണിക്കുന്നു. ഒരാൾ ഇതുവരെ തീരുമാനിച്ചിട്ടേ ഇല്ല ഡ്യൂട്ടിക്ക് പോകണോ പോകേണ്ടതെന്ന്. ഞാനാണെങ്കിൽ ചെറിയൊരു കലഹം ഉണ്ടാക്കിയിരിക്കുകയാണ്. രാവിലെ ഇട്ട ബെഡ്ഷീറ്റ് മടക്കി വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവളെ ചീത്ത പറയുകയാണ്. അവൾ അങ്ങനെ മിണ്ടാതെ വന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്നുണ്ട്. അങ്ങനെ പോകാൻ സമയമായെങ്കിൽ കൂടി ഞങ്ങൾ കുറച്ച് റീൽസ് കാണുന്നത് പതിവാണ്. ഷൂവും സോക്സൊക്കെ നിർബന്ധമാണ്. ICU OTയിലാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഷൂ സോക്സ് നിർബന്ധമല്ല. സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഡേറ്റ് വന്നുകൊണ്ട് പിള്ളേരെല്ലാവരും വൻ പഠിത്തത്തിലാണ്. ആഹാ, എന്താ ഭംഗി ഹോസ്റ്റലിൽ കാണാൻ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഡ്യൂട്ടിക്ക്. ഫോൺ സബ്മിറ്റ് ചെയ്യണം. ഡ്യൂട്ടി ടൈമിൽ ഞങ്ങൾക്ക് ഫോൺ അലൗഡ് അല്ല. മോർണിംഗ് ഡ്യൂട്ടി കഴിഞ്ഞ് രാത്രി 7:30 എത്തിക്കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് ഫോൺ എടുക്കാൻ 9 മണിയാവും. പിന്നെ വീട്ടിലേക്ക് വിളിച്ച് റീൽസ് കണ്ട് മൂവീസ് കണ്ട് വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് കിടക്കുമ്പോഴേക്കും 12 മണിയാവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.